പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വെള്ളം കുടിപ്പിച്ച് ലോക് ജനശക്തി പാർട്ടി MP ആയ ശാംഭവി ചൗധരി. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യ സഖ്യത്തിന് ദിനോസറുകളെ പോലെ വംശനാശം സംഭവിക്കും. അതിനിനി അധിക കാലമില്ല. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി തന്നെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിക്കും. ബീഹാറിൽ നിന്നുള്ള ആര്യഭട്ടാണ് 0 കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അതേ 0 കണ്ടെത്തി. ഡൽഹിക്ക് ശേഷം ഇനി ബീഹാറിന്റെ ഊഴമാണ്. അതുകൊണ്ട് തന്നെ ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സ്വാധീനം ബീഹാറിലും ദൃശ്യമാകും. ഇന്ത്യയെക്കാൾ കൂടുതൽ രാഹുൽ പറയുന്നത് ചൈന എന്ന പേരാണ്. ആ പേരിൽ ഇത്രയും മധുരമുണ്ടോ എന്നാണ് അവർ രാഹുലിനോട് ചോദിക്കുന്നതും. അതേസമയം നമ്മൾ കണ്ട രാഹുലിന്റെ ചൈന പ്രേമം ഒന്ന് നോക്കാം. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി നടത്തിയ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒന്നുമല്ല എന്ന് തുടങ്ങിയ രാഹുലിന്റെ പ്രസംഗത്തിൽ അവസാനം നിഴലിച്ചതാകട്ടെ ചൈനയോടുള്ള അഗാധമായ പ്രേമത്തിന്റെ വികാരമായിരുന്നു. 45 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ചൈനയെ 34 തവണയാണ് പരാമർശിച്ചത്. ചൈനയെ വാനോളം പുകഴ്ത്തി ഭാരതത്തിന്റെ പദ്ധതികളെയും പരിപാടികളെയും ഇകഴ്ത്തിക്കൊണ്ടാണ് രാഹുൽ പ്രസംഗിച്ചത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പുതുതായി ഒന്നുമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെയും രാഹുൽ വിമർശിച്ചിരുന്നു. രാഹുലിന്റെ ചൈനീസ് പ്രേമം ലോക്സഭയിലെ 45 മിനിറ്റ് പ്രസംഗത്തിൽ ചൈനയെ പുകഴ്ത്തിയത് 34 തവണയാണ്. ഭാരതത്തെ വിദേശ രാജ്യങ്ങളിൽ പോയി അധിക്ഷേപിച്ച് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ചൈനയുടെ വക്താവായി രംഗത്ത് വന്നതുപോലെയായിരുന്നു ഉണ്ടായതും. വിവിധ വിഷയങ്ങളിൽ വലിയ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളുമാണ് കോൺഗ്രസ് നേതാവ് വിളമ്പിയതും. അടുത്തിടെ അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് നയിച്ച UPA സർക്കാരിനെ പോലും തള്ളിപ്പറഞ്ഞു. ലോകത്താകെ വലിയ മുന്നേറ്റം നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അർദ്ധശൂന്യമാണെന്നാണ് രാഹുലിന്റെ പക്ഷം. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തതിനെയും രാഹുൽ വളച്ചൊടിച്ചു. പ്രധാനമന്ത്രിയുടെ തന്ത്രമോ അടവോ ആണ് വിദേശകാര്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയെന്നും രാഹുൽ വിമർശിച്ചു. തന്റെ മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഉൽപാദനമെല്ലാം ചൈനയ്ക്ക് കൈമാറിയെന്ന് പറഞ്ഞാണ് രാഹുൽ ചൈനീസ് പ്രേമം തുടങ്ങിയത്. ഈ ഫോൺ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല, ഇത് ഇവിടെ കൂട്ടി യോജിപ്പിക്കുന്നതേ ഉള്ളൂ. ഭാരതത്തിന്റെ 4000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈനയുടെ കൈവശമാണുള്ളത്. അത് മുത്തച്ഛന്റെ വീഴ്ചയാണ് എന്ന് സമ്മതിക്കാനാകില്ല എങ്കിലും ശ്രദ്ധിക്കേണ്ടിയിരുന്നു. മുൻപ് ഇന്ത്യ ചീന ബായ് ബായ് എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ചൈന ഇന്ത്യ ആക്രമിച്ചത് രാഹുൽ കേട്ടിട്ട് പോലുമില്ല എന്ന് തോന്നുന്നു. അതേസമയം ഭാരതം ഭരിക്കാൻ 2 തവണ ജനങ്ങൾ അവസരം നൽകിയ BJPയെയും നരേന്ദ്രമോദിയെയും ഏത് വിധേനയും തോൽപ്പിക്കാനാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യ സഖ്യം രൂപീകരിക്കപ്പെട്ടത്. BJP വിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമായ ഏതാണ്ട് എല്ലാ പാർട്ടികളും സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. വിജയം സുനിശ്ചിതമാണ് എന്ന ചിന്തയിൽ ഇങ്ങനെ ഒരു സഖ്യം തങ്ങളുടെ ആശയമാണ് എന്ന് ഓരോ കക്ഷിയും അവകാശപ്പെടാനും തുടങ്ങിയിരുന്നു. സഖ്യം ഇപ്പോൾ തന്നെ ജയിച്ചിരിക്കുകയാണ് എന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു കോൺഗ്രസിന്റെയും പല പ്രാദേശിക പാർട്ടികളുടെയും ഭാവം. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPയെയും നരേന്ദ്രമോദിയും തന്നെ മൂന്നാമതും അധികാരത്തിലെത്തി. BJP നേതൃത്വം നൽകുന്ന NDAയുടെ ഈ വിജയം അവിടെ അവസാനിച്ചില്ല. ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി മത്സരിച്ച ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ജനിച്ചത് BJPയും NDAയും തന്നെയായിരുന്നു. ഇതോടെ ഇന്ത്യ സഖ്യത്തിന്റെ തമ്മിലടി രൂക്ഷമാവുകയായിരുന്നു. കോൺഗ്രസിന്റെ അധികാരത്തിനെയും ധാർഷ്ട്യത്തിനെയും ഒക്കെ തന്നെ പരാജയത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. ഈ നിലയിൽ സഖ്യത്തിൽ തുടരാൻ സാധ്യമല്ല എന്നും ഘടകകക്ഷികൾ ഓരോന്നായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സഖ്യത്തിന്റെ നേതാവായി കോൺഗ്രസിനെ കാണുന്നില്ല എന്നും അതിനുള്ള യോഗ്യത ആ പാർട്ടിക്കില്ല എന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും അതുപോലെ തന്നെ NCPയിലെ ഒരു വിഭാഗത്തെ നയിക്കുന്ന ശരത് പവാറും ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസും ഒക്കെ തന്നെ പറയുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടതോടെ തന്നെ ഇന്ത്യ സഖ്യം തീർത്തും ഇപ്പോൾ അനാഥമായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.